ഇപ്പോൾ കാണാതായ ഷിജിന്റെ വീട്ടിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചേർന്നിട്ടുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് വലതുവശത്തെ വിൻഡോയിൽ കാണുന്നത്. ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂറും അദ്ദേഹത്തോടൊപ്പം. മുഹമ്മദ് അസ്ലം വിവരങ്ങളുമായി ചേരുന്നു. അസ്ലം, ഈ ഷിജിന്റെ വീട്ടിലെത്തി രമേശ് ചെന്നിത്തല എന്താണ് പറഞ്ഞത്? ഇപ്പോൾ ഷിജിന്റെ വീട്ടിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയും അതോടൊപ്പം തന്നെ ഫിഷറീസ് മന്ത്രിയും എത്തിയിട്ടുണ്ട്. അദ്ദേഹം രമേശ് ചെന്നിത്തല മാത്രമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തല ഇപ്പോൾ ഷിജിന്റെ ഭാര്യ സ്റ്റെജിയുമായി ഇപ്പോൾ സംസാരിക്കുകയാണ്. നേരിട്ട്, കാരണം നമുക്കറിയാം ഇത് കാണാതായിട്ട് 12 ദിവസത്തോളമായി. തെരച്ചിൽ ഊർജ്ജമായി നടക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആദ്യ സമയത്ത് തെരച്ചിലിൽ പരാതികൾ അവർക്കുണ്ടായിരുന്നു. പക്ഷേ മാത്രമല്ല, ഫിഷറീസ് മന്ത്രി പോലും ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നില്ല എന്നുള്ളൊരു വലിയതുള്ള പരാതി അവർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ആഭ്യന്തരമന്ത്രി ഇവിടെ എത്തുന്നത്. ആഭ്യന്തരമന്ത്രി എന്തായാലും ഇപ്പോൾ സംസാരിക്കുകയാണ്. ഭാര്യ സ്റ്റെജിയുമായി സംസാരിക്കുകയാണ്. മറ്റ് ബന്ധുക്കളും എല്ലാം തന്നെ ഇപ്പോൾ അതിഥിരവുണ്ട്. നിലവിൽ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടികളെക്കുറിച്ച് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. തെരച്ചിൽ ഏതൊക്കെ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, സർക്കാരിൻ്റെ ഭാഗത്തുള്ള ഓരോ നടപടികളും അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിനൊപ്പം, ആ ഒരു വേദനയ്ക്കൊപ്പം അവരും നിൽക്കുന്നുള്ള കാര്യം പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ സർക്കാർ നടപടികൾക്കൊപ്പം തന്നെ സർക്കാർ അല്ലെങ്കിൽ മന്ത്രിമാർ, സർക്കാരിനെ പ്രതികരിക്കുന്ന മന്ത്രിമാർ വരികയും അവർക്കൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നൊരു ദൗത്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കുറവാണ് ശരിക്കും ഉണ്ടായിരുന്നത്. അത് പരിഹരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത്. നേരത്തെ വിഴിഞ്ഞത്താണെങ്കിലും ഇപ്പോൾ മുതലപ്പൊഴിയിൽ അഞ്ചുതെങ്ങാണ് വീട്. മുതലപ്പൊഴിയിൽ നിന്നാണ് കാണാതാവുന്നത്. അഞ്ചുതെങ്ങാണ് ഷിജിന്റെ വീട്. ഷിജിന്റെ ആ അഞ്ചുതെങ്ങലിലെ വീട്ടിലാണ് ഇപ്പോൾ സന്ദർശനം നടക്കുന്നത്. മുഖ്യമന്ത്രി അവിടെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ അർത്ഥത്തിലൊരു സമാശ്വാസ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് കാണാതായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കുള്ള ഒരു വേദന, സർക്കാർ സംവിധാനങ്ങൾ തെരച്ചിൽ നടത്തുമ്പോൾ തന്നെ സർക്കാർ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നൊരു ഉറപ്പ്, അവരുടെ മാനസികമായ ഒരു വേദനയ്ക്കൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രണ്ടുപേരും വി അബ്ദുൽ ഗഫൂർ ഫിഷറീസ് വകുപ്പ് മന്ത്രി കൂടി അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. ഫിഷറീസ് വകുപ്പ് മന്ത്രി നേരിട്ട് സന്ദർശിച്ചില്ല എന്നതായിരുന്നു വലിയ തോതിൽ ആക്ഷേപമായി ഉയർന്നു നിന്നത്. അദ്ദേഹവും സന്ദർശനം പറഞ്ഞിട്ട് നടപടികളും ഏകോപിപ്പിക്കുക എന്നതായിരുന്നു ആദ്യ ദൗത്യം. അത് ഓഫീസ് കേന്ദ്രീകരിച്ച് കൃത്യമായി തന്നെ അദ്ദേഹം എല്ലാ ആൾക്കാരുമായി ബന്ധപ്പെട്ടിരുന്നു. ആദ്യ ദിവസം മുതൽ തന്നെ തെരച്ചിൽ നടത്താൻ കഴിഞ്ഞു. കോസ്റ്റ് ഗാർഡിന്റെ അനുമതിയുടെ കാര്യം മാത്രമേ ചെറിയൊരു ഇതുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ നടന്ന അലംഭാവം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. രമേശ് ചെന്നിത്തല നേരത്തെ സൂചിപ്പിച്ചുള്ള സാധാരണഗതിയിൽ 6-7 ദിവസം ആകുമ്പോൾ തെരച്ചിൽ മന്ദിപ്പിക്കാറാണ് പതിവ്. അങ്ങനെയല്ല ഉണ്ടായത്. ഹെലികോപ്റ്റർ തന്നെ നേരത്തെ തന്നെ എത്തിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കാണാതായിട്ടില്ല എന്നുള്ള കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ദൗർഭാഗ്യകരമായ കാര്യമാണ്. തെരച്ചിൽ കൃത്യമായി തുടരും. മുതലപ്പുഴയെക്കുറിച്ചാണെങ്കിൽ അവിടെ നിരന്തരമായിട്ട് മുതലപ്പുഴയെക്കുറിച്ചാണെങ്കിൽ നിരവധി അപകടങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല മുതലപ്പുഴയിൽ. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കുന്നതിന് അവിടുത്തെ ഡ്രഡ്ജിംഗ് ഉൾപ്പെടെ നടപടികൾക്ക് ഉടനെ വൈകാതെ തന്നെ തുടങ്ങും. നേരത്തെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, ഹ്രസ്വകാല ദീർഘകാല പദ്ധതികൾ മുതലപ്പുഴയിലെ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി ചെയ്യുമെന്ന് തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായ നടപടികൾ വൈകാതെ തന്നെ തുടങ്ങുമെന്ന് ഫിഷറീസ് മന്ത്രി പറയുകയും ചെയ്തു. ഇനി ഇത്തരമൊരു അപകടം ഉണ്ടാകാതിരിക്കുക എന്നതിലാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. ഉണ്ടായ സംഭവത്തിൽ തെരച്ചിലിൽ പരമാവധി ശ്രമം നടത്തുന്നതായാലും ആഭ്യന്തരമന്ത്രി നേരിട്ട് തന്നെ ഒരു മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഫിഷറീസ് മന്ത്രിയുമായി എത്തി നേരിട്ട് അദ്ദേഹം കുടുംബങ്ങളോട് സംസാരിക്കുകയാണ്. അവരുടെ വേദനകൾ അവർക്കൊപ്പം നിൽക്കുക എന്നതാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത്. കാരണം കണ്ടെത്താൻ കഴിയുക എന്നത് തെരച്ചിലിന്റെ ഭാഗമായിട്ടാണ്. തെരച്ചിൽ നടപടികൾ നടക്കുന്നുണ്ട്. നേവി കൂടി ഇന്നലെ എത്തിയോടുകൂടി കുറച്ചുകൂടി കാര്യത്തിലുണ്ട്. പക്ഷേ പരിചയസമ്പന്നരായ തൊഴിലാളികൾക്കൊപ്പമാണ് കോസ്റ്റ് ഗാർഡ് ആണെങ്കിലും പോലീസിന്റെയൊക്കെ സംഘം ഒരുമിച്ച് തന്നെ പോകുന്നത്. അതുകൊണ്ട് തന്നെ തെരച്ചിലിലെ നടപടികൾ അവർക്ക് തൃപ്തിക്കുറവ് നിലവിലില്ല. പക്ഷെ കണ്ടെത്താൻ കഴിയാത്തതിന്റെ വേദന നമുക്കറിയാം. കുടുംബനാഥനാണ് വീട്ടിൽ നിന്ന് കാണാതായിരിക്കുന്നത്. മുതലപ്പുഴ ഇതൊരു ആദ്യത്തെ സംഭവമല്ല. നിരവധി കുടുംബങ്ങൾ ഇത്തരത്തിൽ വേദനയുമായി കഴിയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ വേദന വർദ്ധിക്കും. ആദ്യഘട്ടത്തിൽ സർക്കാർ നടപടികൾ വൈകി എന്നുള്ളൊരു ആക്ഷേപം കൂടി ഉയർന്നപ്പോൾ അത് പ്രതിഷേധമായി മാറി. പിന്നീട് ഫിഷറീസ് വകുപ്പ് മന്ത്രി തീരം സന്ദർശിക്കുകയോ
പിന്നെ അവരെ ആശ്വസിപ്പിക്കാൻ എത്തിയില്ല എന്നുള്ളൊരു കാര്യം കൂടി വികാരി ഇവിടെ അഞ്ചുതെങ്ങിലെ വികാരി കൂടി ഈ ഒരു കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം അത്തരം കാര്യങ്ങൾ അവരുടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രതിനിധീകരിക്കുന്നവർ കൂടിയാണ് പള്ളി വികാരി. അവർ കൂടി ഈ ചർച്ച എന്നല്ല ഇവിടെ കൂടിക്കാഴ്ച അവിടെ കാണുന്ന ഒരു കൂടിക്കാഴ്ചയിൽ അവരും പങ്കെടുക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തുള്ള പരാതികളുമൊക്കെ കൃത്യമായി ഉന്നയിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. ജസ്റ്റിസ് മന്ത്രി നേരിട്ട് തന്നെ കാര്യങ്ങൾ കേൾക്കാൻ വന്നതുകൊണ്ട് അതിൻ്റെതായ ഒരു സമാശ്വാസം അവരുടെ ഭാഗത്ത് അവരുടെ മുഖങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും എന്നതാണ്. എന്തായാലും കാര്യങ്ങൾ വിശദീകരിക്കും. അതിനുശേഷം മന്ത്രിമാർ നമ്മോട് സംസാരിക്കുകയും ചെയ്യും. 12ാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ ഷിജിന് വേണ്ടിയുള്ള തിരച്ചിൽ. 12ാം ദിവസമാണ്. 31ാം തീയതിയാണ് അവരെ കാണാതാവുന്നത്. 1ാം തീയതിയാണ് ജോൺ മത്യാസിനെ അവൻ്റെ പോയ വോട്ട് മറിയുന്നത്. അതും 11 ദിവസം ആയി. ഈ തിരുവനന്തപുരത്ത് 2 സ്ഥലത്താണ്, മുതലപ്പുഴയിലും വെളിഞ്ഞത്തു നിന്ന് പോയ ആൾക്കാരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. 2 പേര്. മറ്റുള്ള ആൾക്കാരൊക്കെ ആ ദിവസങ്ങളിൽ തന്നെ മറ്റു ബോട്ടുകളിലൊക്കെ രക്ഷപ്പെട്ടു വന്നു. പക്ഷേ ഈ 2 പേരും ജോൺ മത്യാസും ഷിജിനും ഇതുവരെയും തീരത്തേക്ക് എത്തിയിട്ടില്ല എന്നത് സ്വാഭാവികമായിട്ടും അവരുടെ കുടുംബങ്ങളെ മാത്രമല്ല തീരപ്രദേശത്തുള്ള മറ്റു കുടുംബങ്ങളെയും മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെയും ആശങ്കയിൽ ആക്കിയിട്ടുണ്ട്. ആ ഒരു വേദന അവർ സ്വാഭാവികമായിട്ടും മന്ത്രിമാരോട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ഭാഗത്ത് ആവശ്യങ്ങളുണ്ടോ, ഇനിയും എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെന്നതിനെ കുറിച്ചൊക്കെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി അവരോട് ചോദിച്ചറിയുന്നുണ്ട്. ഫിഷറീസ് മന്ത്രിയും പിന്നെ അവരോട് കാര്യങ്ങൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുണ്ടാവുന്ന നടപടികളെക്കുറിച്ച് വിശദീകരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഈ ഒരു സെർച്ചിങ് അല്ലെങ്കിൽ ഒരു റെസ്ക്യൂ പദ്ധതി പിന്നെ നടപടികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നം കോസ്റ്റൽ പോലീസിലാണെങ്കിലും